ഇതിപ്പോ ആൾക്കാർ ഓരോന്നിങ്ങനെ പറഞ്ഞു വെക്കുന്നത് ഇന്നും ഇന്നലെ ഒന്നുമല്ല. അവന്റെ കൂട്ടും കൂടി നടക്കുമ്പോ കേളപ്പൻ ആലോചിക്കണ്ടേ കെട്ടിക്കാൻ പ്രായമായ ഒരു പെങ്കൊച്ച് വീട്ടിലുള്ള കാര്യം. അതിന് നാട്ടുകാരെ തല്ലിട്ടെന്താ? അവനെ പിടിച്ച് പ്രാന്താശുപത്രിയിലാക്കി ചങ്ങലക്കിടുക വേണ്ടത്. വേലായുധനെ പറ്റി ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് നിന്റെ തലേന്ന് വരുന്ന ബുദ്ധിയാന്ന് എനിക്കറിയാം. കേട്ടില്ലേ? 24 മണിക്കൂറും കള്ളും കുടിച്ചു കിടന്ന പ്രാന്താവാണ്ടിരിക്കോ? എടാ മൂക്കിലതായ രോമം കിടത്തെന്ന് ചാണാവില്ലടാ. ചുണയുണ്ട് നേരെ ആണുങ്ങളെ പോലെ തല്ലി തോപ്പിക്കടാ. നീ ജയിച്ച വേലായുധം മുള്ളം കൊല്ലി വിട്ടു പോകും. ഇറങ്ങി വേടാ. നീ ചെന്ന് അവനെയും കൊണ്ട് വിളിക്കേ. എന്നാ ഞാൻ ഈ വഴിക്ക് അങ്ങോട്ട് ഇറങ്ങാം. നേരായേ അങ്ങോട്ട് കയറി വന്ന് നിന്റെ ചെകിട്ട് അടിച്ചു തിരിക്കാൻ വേലായുധൻ അറിയാഞ്ഞിട്ടല്ല. ഈ അക്കന്റെ കൈ കൊണ്ട് വിളമ്പി തന്ന ചോറ് ഈ വീട്ടിൽ നിന്ന് ഒരുപാട് ഉണ്ടിട്ടുള്ളതാ ഞാൻ. അതുകൊണ്ടാ നിന്നോട് അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. വരില്ല വരില്ല. വേലായുധൻ ചങ്ക് തീർന്നിരിക്കുക. ഇപ്പൊ വന്നാ ശരിയാവില്ല. പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു പോകും. വല്യമ്പ്യാരെ അക്കനെ കരയിക്കാൻ വയ്യ വേലായുധന്. അക്കൻ അറിയോ എന്നോട് വീടിന്റെ പടി കയറെന്ന് പറഞ്ഞു കേളപ്പേട്ടൻ. ഞാൻ തെറ്റ് ചെയ്തിട്ടാ? അക്കൻ അറിയൂടെ വേലായുധൻ ഇല്ലേ? ഞാൻ പോവാ. വേലായുധ ആരോടും നെറുകേട് കാണിക്കില്ല. വല്യമ്പ്യാരോട് അക്കൻ പറഞ്ഞാ മതി. ഞാൻ പോവാ.